കൂട്ടുകാരെ, മഹാലക്ഷ്മി അപ്രതീക്ഷിത ക്ലൈമാക്സിലേക്കോ? കാരണം ഈ ഒരു പൊട്ടിത്തെറി മഹാലക്ഷ്മി ഏറ്റവും ഒടുവിലൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു പൊട്ടിത്തെറി ഇപ്പോൾ ദാ പെട്ടെന്ന് തന്നെ വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ടിവി ആയതുകൊണ്ടും ഈ ചിലപ്പോൾ ഒരാഴ്ചയിൽ സീരിയൽ പൂട്ടിക്കെട്ടാം. നമ്മൾക്ക് നല്ല അനുഭവം ഉള്ളതാണ്. ആദ്യം ഒരു കുങ്കുമച്ചെപ്പ് എന്ന് പറഞ്ഞൊരു പരമ്പര ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നാവോ? പിന്നീട് നമ്മുടെ എന്താ പറയുക, പഞ്ചാഗ്നിയും പെട്ടെന്ന് പൂട്ടിക്കെട്ടി. പിന്നീട് ഒരു സീരിയലായിരുന്നു കുടുംബവിളക്ക്. കുടുംബവിളക്ക് വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല ചില പ്രേക്ഷകർ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ അടുത്തത് നമ്മുടെ മഹാലക്ഷ്മിയാണോ? ഒരാഴ്ചയിൽ കഥ പൂട്ടിക്കെട്ടാനൊക്കെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ ഭയങ്കര മിടുക്കന്മാരാണ് അല്ലേ? അപ്പോൾ ഈ ഒരു വമ്പൻ ട്വിസ്റ്റുകളൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ലതാനും. എല്ലാ വീട്ടുകാർ ശത്രുക്കളാണെന്ന് തൻ്റെ അമ്മയോ അനിയനോ എല്ലാവരും തന്നെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് നടക്കുന്നതെന്നും തന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നതെന്നും ഒക്കെ നമ്മുടെ കണ്ണൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർ നേരിട്ട് ആ ദേഷ്യവും എല്ലാം പ്രകടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ആകപ്പാടെ ഒന്നുള്ളത് നമ്മുടെ കണ്ണൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മുടെ മഹാലക്ഷ്മിയിലുള്ളത് അല്ലേ? അപ്പം ഇനി പെട്ടെന്നെങ്ങാനും ചിലപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് അതൊക്കെ ആ ട്വിസ്റ്റുകളൊക്കെ നടന്ന് കെട്ടിപ്പൂട്ടാനും മതി അല്ലേ? നമുക്ക് ഫ്ലവേഴ്സ് ടിവി ആയതുകൊണ്ടേ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ അത്രമേറെ അങ്ങാട് എന്താ പറയുക, കടന്നങ്ങാട് ചിന്തിച്ചൊന്നും പോകാതിരിക്കുന്നതാകും നല്ലത്. ഇവർ പെട്ടെന്നായിരിക്കും കഥകളെല്ലാം അപൂർണമായിരിക്കും എന്നും പറഞ്ഞ ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് കഥ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇവർക്ക് വലുത് എനിക്ക് തോന്നുന്നു മറ്റേ റിയാലിറ്റി ഷോകളാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഓരോ സീരിയലും ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു നിർത്തിപ്പോകാണ് ഇവരുടെ. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് നോക്കാം അല്ലേ?